നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. IPL മത്സരങ്ങളിൽ ഗ്രൗണ്ടിൽ കണ്ട റോബോട്ടിക് ഡോഗ് എന്ന ഉപകരണത്തിന്റെ ഉപയോഗങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. IPL ക്രിക്കറ്റ് മത്സരങ്ങൾ നടക്കുമ്പോൾ ഗ്രൗണ്ടിൽ കണ്ട ഉപകരണത്തിന്റെ പേര് സ്പൈഡർ ക്യാം അല്ലെങ്കിൽ റോബോട്ടിക് ഡോഗ് എന്നൊക്കെയാണ്. കളിയുടെ വിവിധ ആംഗിളിൽ നിന്നും മികച്ച ദൃശ്യങ്ങൾ പകർത്തുവാനായി ഈ ഉപകരണം ഉപയോഗിക്കുന്നു. ഇത് കളിക്കാർക്ക് സമീപമെത്തിയും ഗ്രൗണ്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ ചലിച്ചും തത്സമയ ഫൂട്ടേജ് നൽകുവാൻ സഹായിക്കുന്നു. ബൗണ്ടറി ലൈനുകൾക്ക് പിന്നിൽ അല്ലെങ്കിൽ മറ്റു പ്രധാന പോയിന്റുകളിൽ നിന്നും ക്ലോസപ്പ് ഷോട്ടുകൾ എടുക്കുവാനും ഇത് വളരെ ഫലപ്രദമാണ്. ചില സമയങ്ങളിൽ ഇത് ബോളിനെ പിന്തുടർന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നതിനും ഉപയോഗിക്കാം. ഇതിന് മുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള ക്യാമറയാണ് ദൃശ്യങ്ങൾ പകർത്തി സംപ്രേഷണം ചെയ്യുന്നത്. 2025 IPL സീസണിൽ അവതരിപ്പിച്ച ഈ റോബോട്ടിനെ ചമ്പക് എന്ന പേരിലാണ് ആരാധകർ വിളിക്കുവാൻ തുടങ്ങിയത്. ഇതിൽ ഉയർന്ന നിലവാരമുള്ള ക്യാമറയും വീഡിയോ സ്റ്റെബിലൈസേഷനും പാൻ ടിൽറ്റ് സംവിധാനവുമുണ്ട്. ഈ റോബോട്ടിക് ഡോഗ് ക്യാമറ കമന്റേറ്റർമാരുടെയും കളിക്കാരുടെയും നിർദ്ദേശങ്ങൾ കേട്ട് പ്രതികരിക്കുവാനും കളിക്കാരുമായി സംവദിക്കുവാനും ആരാധകരെ ആകർഷിക്കുവാനും കഴിയുന്ന വിധത്തിൽ ആക്റ്റീവായി പ്രവർത്തിക്കും. ഇത് ഓടുകയും ചാടുകയും ഹൃദയാകൃതിയിൽ കൈകൾ കൂട്ടി ചലിപ്പിക്കുകയും കളിക്കാരുമായി ഇന്ററാക്ട് ചെയ്യുകയും ചെയ്യുന്നു. സാധാരണ ക്യാമറകളിൽ സാധ്യമല്ലാത്ത താഴ്ന്ന നിലയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ അഥവാ ഡോഗ്സ് ഐ വ്യൂ ദൃശ്യങ്ങൾ ഈ ഉപകരണം നമുക്ക് നൽകുന്നു. റോബോട്ടിക് ഡോഗ് ക്യാമറയിൽ കമ്പനികൾ വികസിപ്പിച്ചെടുത്ത പ്രത്യേക സെൻസറുകളും കമാൻഡ് സിസ്റ്റവും ഉണ്ട്. അതിനാൽ ഇത് തടസ്സങ്ങൾ തിരിച്ചറിയുകയും അവ ഒഴിവാക്കി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഇത് ഗ്രൗണ്ടിൽ ആളുകൾക്കിടയിലും ഉപകരണങ്ങൾക്കിടയിലും സുരക്ഷിതമായി സഞ്ചരിക്കുവാൻ സഹായിക്കുന്നു. അതിൻ്റെ സ്വയം ചലനശേഷി കാരണം ക്യാമറ ഓപ്പറേറ്റർമാരുടെ ഇടപെടൽ ഇല്ലാതെ തന്നെ അതിൻ്റെ ദിശയും പ്രവർത്തനവും നിയന്ത്രിക്കുവാൻ കഴിയുന്നു. അതിനാൽ ലൈവ് ബ്രോഡ്കാസ്റ്റിംഗ് സമയത്ത് കൂടുതൽ സജീവവും ഇൻട്രാക്റ്റീവുമായി ദൃശ്യങ്ങൾ ലഭ്യമാക്കുവാൻ ഈ ഉപകരണങ്ങൾ ഉപകരിക്കുന്നു. ഈ ഉപയോഗമല്ലാതെ മത്സരങ്ങളിൽ ഇത്തരം റോബോട്ടുകൾ സാധാരണയായി ഗ്രൗണ്ടിൽ വെള്ളം, ബാറ്റുകൾ അല്ലെങ്കിൽ മറ്റു സാധനങ്ങൾ എത്തിക്കുവാനും ഉപയോഗിക്കാറുണ്ട്. ഒറ്റത്തവണ ചാർജിലൂടെ 60 മുതൽ 90 മിനിറ്റ് വരെ പ്രവർത്തിക്കുവാനും ഇത്തരം റോബോട്ടുകൾക്ക് കഴിയും. ഇന്നത്തെ കൗതുക വാർത്ത ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.